നേർച്ചക്കോഴി, സുഖമല്ലേടി മോളെ നിനക്ക്? പിന്നെ സുഖമല്ലാതെ. ഒരു പണിയും ചെയ്യാതെ ഇളനീരും ജ്യൂസും പ്രോട്ടീൻ പൗഡറൊക്കെ കുടിച്ച് ഇങ്ങനെ കിടന്നാ പോരെ? ഇവക്ക് വല്ല ഇമ്പ്രൂവ്മെന്റും ഉണ്ടോ ശരത്തെ? ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ ദേവിക കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. ഇനി എത്ര മണിക്കൂർ ശ്രമിക്കാൻ? അവസാന വിസിലും മുഴങ്ങിക്കഴിഞ്ഞില്ലേ? അതെ. ചാവിന്റെ 3-ാം പക്കം മിലി എവിടെന്ന് പാക്ക് ചെയ്യണം. ആ, നാട്ടിൽ പോ. തൽക്കാലം നാട് വിട്ട് നിൽക്കുന്നതാ നല്ലത്. ഏജൻസിക്കാരനിൽ ഏവനെങ്കിലും ഒരുത്തിന് സംശയം തോന്നിയ എന്നാ പിന്നെ ബാംഗ്ലൂർക്ക് വിടാം. എന്റെ ലട്ടകമല്ലേ, ഒന്ന് കറങ്ങിച്ചിങ്ങി വരട്ടെ. അതൊട്ടും വേണ്ട. നാളൊരു കാലത്ത് നിത്യയുടെ മരണത്തില് നിന്നെ സംശയിക്കപ്പെടാൻ പാടില്ല. ഗോവ ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, അവിടെ പോയി അടിച്ചു പൊളിക്കട്ടെ. ബാഗ ബീച്ചും കലങ്കൂട്ട് ബീച്ചും അഗോഡ ഫോട്ടോ ഒക്കെ കണ്ട് ഗോവൻ ഫെനിയും പിക്ചർ ബിയറും ഒക്കെ അടിച്ച് കറങ്ങി നടക്കട്ടെ. അമ്മ ഉദ്ദേശിക്കുന്നത്? ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല എന്നതാണ് ഏതൊരു യുദ്ധത്തിന്റെയും ആദ്യ പാഠം. നാളെ ഈ പറയുന്ന മിലി നമുക്കെതിരെ തിരിയില്ലെന്ന് നിനക്കുറപ്പുണ്ടോ? അത് തിരിയാം. തളർന്നു കിടക്കുന്ന നിത്യയെ കാശിന് വേണ്ടി കൊല്ലാമെന്ന് ഒരറപ്പുമില്ലാതെ സമ്മതിച്ചവക്ക്, ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ അതിന് കൂലി വാങ്ങിയവക്ക്, നാളെ കാശിന് വേണ്ടി നമ്മളെയും ഒറ്റാം. പേടിക്കണ്ട. അങ്ങനെ ഒരു ചിന്ത അവളുടെ മനസ്സിലുണ്ടായ പ്രഭ അത് മണത്തറിയും. ഗോവയിൽ നിന്നുള്ള മടക്കയാത്രയിൽ മിലി ട്രെയിനിൽ നിന്ന് വീണ് മരിക്കും. കമ്പളിക്കണ്ടത്തെ അവളുടെ വീട്ടിലേക്ക് നമ്മുടെ വക ഒരു ആംബുലൻസ്. കഴിഞ്ഞു കഥ.